താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം സി 2. നിവർത്തന പ്രക്ഷോഭം 1935 അല്ല, 1932 സോ അതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സൂനഹദോസിന്റെ 1599 അധ്യക്ഷനാരാണ്? ബിഷപ്പ് അലക്സിസ് ഡി മെനസിന്റെ നേതൃത്വത്തിലാണ് 1599 ഉദയംപേരൂർ സൂനഹദോസ് നടന്നത്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? ആൻസർ എ ആണ്. 1 and 4 എന്നിവയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 1 എന്ന് പറയുന്നത് സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെയാണ്. ആൻഡ് 4 ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് ഔട്ട്ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത്. ജർമ്മൻ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ്? ഗെസ്റ്റപ്പോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷൻ ഡി ഗെസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐസിസിയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ. ഓപ്ഷൻ ബി ഫോം ലൈൻ. ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം? ഓപ്ഷൻ ബി മുങ്കേഷ്പൂർ, ഡൽഹിയാണ്. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ആൻസർ ഡി 1 and 4 ആണ്. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ ഡി 1 and 4 ഒള്ളിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1 and 2 ഒള്ളി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഇതിൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബി അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ. അതാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ക്വസ്റ്റ്യൻ നമ്പർ 14. 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 ശരിയെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷികാരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ കേരളമാണ് ഏറ്റവും മുന്നിലെന്ന് നമുക്കറിയാം. അത് വെച്ച് തന്നെ നമുക്ക് ഓപ്ഷൻസിലേക്ക് എത്താവുന്നതാണ്. എ കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ ബി വളർച്ചാ ലക്ഷ്യം 5.6% എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. റിസർവ് ബാങ്കിന്റെ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവനകൾ 1, 2 ശരിയാണ്, 3
3 ശരിയല്ല. ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഇത് തിരിച്ചാണ് വരുന്നത്. റിപ്പോ റേറ്റ് ആയിരിക്കും കൂടുതലായിരിക്കുന്നത്. പ്രസ്താവനകൾ 1, 2 ശരി, 3 ശരിയല്ല. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമേ അല്ല. അടുത്തത് 19. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവനകൾ നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എയും കോളം ബിയുമായി യോജിപ്പിക്കുക. ആൻസർ വരുന്നത് സി ആണ്. ഒന്നാമത്തെ പ്രാഥമിക മേഖല വരുന്നത് സി 21%, ദ്വിതീയ മേഖല 26%, തൃതീയ മേഖല 52.5% വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിരിക്കുന്നത്. 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് ബി ആണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ആൻസർ കൊടുത്തിരിക്കുന്നത് സി ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ എന്നാണ് എഴുതിയിരിക്കുന്നത്. 6 മുതൽ 18 അല്ല, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയത്. 23. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ കൊടുത്തിരിക്കുന്നത് ഡി ആണ്. 1, 3 എന്നിവയാണ് ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 24. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലഗണക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 3. ആദ്യം വരുന്നത് വി ഗിരി, പിന്നെ ആർ വെങ്കട്ടരാമൻ, ഹമീദ് അൻസാരി, അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീപ് ധൻഖർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ചേരുംപടി ചേർക്കുക. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹേബിയസ് കോർപ്പസിന് വരുന്നത് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. വി കമാൻഡ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ നിരോധനമാണ്. ക്വാ വാറന്റോ എന്ത് അധികാരത്തിൽ? അങ്ങനെ ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ശരിയായ പ്രസ്താവനകൾ ഏവ? എല്ലാ പ്രസ്താവനകളും 26ലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 രാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി കോഫി അണ്ണൻ ഘാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 27. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. താഴെ തന്നിരിക്കുന്നവയിൽ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസിൽ വരുന്നത് വിൽപ്പന നികുതി, സെയിൽസ് ടാക്സ് ആണ് വരുന്നത്. അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആൻഡ് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ്. കേന്ദ്ര സർവീസിലാണ് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേയും ഉൾപ്പെടുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 29ന്റെ ആൻസർ 3 ആണ്. ഒരേ ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 92-ലാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന
പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 1987 മുതൽ 1991 വരെ കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി.കെ. അബ്ദുറബ്ബ്. ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിൽ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്നുള്ളതാണ് അതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രൊഫഷണൽ കീയിൽ കൊടുത്തിരിക്കുന്നത്. 32 മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രവർത്തികളും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ, ഇതെല്ലാം MGNREGA ഉൾപ്പെടുത്തുന്ന പദ്ധതികൾ തന്നെയാണ്. 33 ചേരുംപടി ചേർക്കുക. അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പാണ്. ആർട്ടിക്കിൾ 280 ആണ് ധനകാര്യ കമ്മീഷൻ. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A ആണ് വരുന്നത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ് 61 ആണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ 226 ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഓപ്ഷൻ സി ആണ്. 34 താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? മിനുസപേശി എന്ന് പറയുമ്പോൾ സ്മൂത്ത് മസിൽസ് ആണ്. അതിനെ കുറിച്ചിട്ടുള്ള തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് 1ഉം 3ഉം. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, കുറുകിയ വരകൾ കാണപ്പെടുന്നു. ഇത് സ്ട്രയേറ്റഡ് മസിൽസിന്റെ അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽസിന്റെ സവിശേഷതകളാണ്. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇതാണ് മിനുസപേശിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 34ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ, അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അതിൽ ആൻസർ വരുന്നത് എ ആണ്. വാരിയെല്ലുകൾ 24 അസ്ഥികളാണ് ഉള്ളത്. 36 ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി പ്ലൂറയാണ്. 37 സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ എ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 38 ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. പ്രൊഫഷണൽ കീയിൽ കൊടുത്തിരിക്കുന്നത് സി ആണ്. ലൈസോസോം എന്നുള്ള ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. 39 രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3, 2, 1. ത്രോംബോപ്ലാസ്റ്റ് എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അതിനുശേഷം പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു. അതിനുശേഷം ഫൈബ്രിനോജനിൽ നിന്ന് ഫൈബ്രിൻ നാരുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. 40 ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്. മഹാരാഷ്ട്രയാണ്. നമുക്ക് മുംബൈ ആലോചിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. HIV കേസസ് കൂടുതലുള്ള ഒരു സിറ്റിയാണ് മുംബൈ. അപ്പൊ അത് ആലോചിച്ച് നമുക്കത് എഴുതാവുന്നതാണ്. 41 ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയാണ്. ഇതിനകത്ത് ആൻസർ കൊടുത്തിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിലാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളത്. 42 ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിന്റെ അളവിനെ നാം മാസ് എന്നാണ് വിളിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിന്റെ അളവിനെ മാസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 42ന്റെ ആൻസർ ഓപ്ഷൻ ബി. 43 ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്നത് ഓപ്ഷൻ സി പോൾ എന്നാണ് അറിയപ്പെടുന്നത്. 44 ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ഓപ്ഷൻ സി മാലിയബിലിറ്റി ആണ്.
45 സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്, മെർക്കുറി. ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. 46 2023 ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശമാണ് ആൻസർ. ഓപ്ഷൻ ബി പ്രകാശം. P1 V1 = P2 V2 എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമത്തെ. ഓപ്ഷൻ ബി ബോയിൽ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് വിളിക്കുന്നത്? മെർക്കുറി. ആൻസർ ഓപ്ഷൻ സി മെർക്കുറിയാണ്. 49 ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും? ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദമാണ് ആൻസർ വരുന്നത്. 50 ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? ഓപ്ഷൻ എ 1 മുതൽ 2 ppm പാർട്സ് പെർ മില്യൺ വരെയാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. കുടിവെള്ളത്തിന്റെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ അത് മലിനീകരിക്കപ്പെട്ട വെള്ളമാണെന്ന് കണക്കാക്കാം. 51 ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം നൈട്രേറ്റ് ആണ്. ഓപ്ഷൻ സി നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? മൈക്കൽ ഫെലിപ്സ് അല്ലെ, നീന്തൽ താരമായിട്ടുള്ള മൈക്കൽ ഫെലിപ്സ് ആണ്. ഓപ്ഷൻ സി മൈക്കൽ ഫെലിപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ബോക്സിംഗ്. ഫയദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഒരു സങ്കീർത്തനം പോലെ. ഓപ്ഷൻ ബി. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി തൃശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി ഇറാനിയൻ വനിതയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന നർഗീസ് മുഹമ്മദിയാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ കരസ്ഥമാക്കിയത്. ഓപ്ഷൻ സി നർഗീസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം 2023 ആണ്. ഓപ്ഷൻ ബി 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വേർഡ് പ്രോസസർ. വേർഡ് പ്രോസസ്സിൽ പെടുന്നതാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻ സി മാൻ എന്ന് പറയുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ 2 KB = ഡാഷ് ബൈറ്റ്സ്. എത്ര ബൈറ്റ് ആണ്? 2048. 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണ്. അപ്പൊ 2 KB 2048 ബൈറ്റ്. 62 ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. ഓപ്ഷൻ സി ആണ് ആൻസർ ആയി വരുന്നത്. 63 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ഓപ്ഷൻ ബി അമിതാഭ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 24. 65ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 D 2 A 3 C 4 B. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 66 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? 10 രൂപയാണ് അടയ്ക്കാനുള്ളത്. ഓപ്ഷൻ സി 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന 1, 2 ശരിയാണ്, 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, അത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. 68 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. അത് സാധാരണയായി കോടതിയാണ്. ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായം, ശിക്ഷകൾ ഒക്കെ കൊടുക്കുന്നത് കോടതിയാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ചുമതല മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 69
79 ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. ക്വസ്റ്റ്യൻ നമ്പർ 70 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റയാണെ കണ്ടെത്തുക. 53, 61, 43, 91. ആൻസർ ഓപ്ഷൻ സി 91. അതൊരു അഭാജ്യ സംഖ്യയാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ 11⁻³ + 20⁻² - 3 the whole raised to 1/3 ആൻസർ 12 ആണ് വരുന്നത്. അത് ക്രിയ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12 അല്ലെങ്കിൽ 12 എന്ന ആൻസർ ആണ്. 73 3, 8, 15, 24. അടുത്ത നമ്പർ 24നോട് 11 കൂട്ടി 35 ആണ്. 74 രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? ആൻസർ ഓപ്ഷൻ ബി 70. രാഹുൽ പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? 9 കിലോമീറ്റർ അകലെയാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ 0.36 into 6.25 the whole divided by 0.5 into 0.5 into 0.06. മുകളിലും താഴെയും സെയിം നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് തന്നെയാണുള്ളത്. അപ്പോൾ ഡെസിമൽസ് മാറ്റിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ആൻസർ ഓപ്ഷൻ സി 150 ആണ് വരുന്നത്. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിയാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം ആ ഒരു ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിഷയുടെ മകനാണ് ആനന്ദ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ മകൻ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഓറഞ്ച് എന്ന വാക്കിനെ SVERKI. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 79 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? 12 സെക്കൻഡ് ആണ് വേണ്ടത്. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്ര ആയിരിക്കും? ചെറുഗോളങ്ങളുടെ ആരത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി 5 ആണ്. അടുത്തത് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്യൂട്ടബിളി യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ക്ലോസ്. ഷീ ഡാഷ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വുഡ് ഹാവ് പാസ്ഡ് ആണ്. ഹി ഹാസ് ഹാർഡ്ലി എനി മണി. അവിടെ ആൻസർ വരുന്നത് ഹാസ് ഹി ആണ്. ഹാർഡ്ലി വരുമ്പോൾ നെഗറ്റീവ് മീനിങ് വരുന്നത് കൊണ്ടാണ് ഹാസ് ഹി എന്ന് പറഞ്ഞ ആൻസർ വരുന്നത്. 83 റിപ്പോർട്ട് ദ സെന്റൻസ് പ്രോപ്പർലി. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ? ദ ടീച്ചർ സെഡ് ടു മീ. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ. അവിടെ ഹാവ് ഹാർഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 84 pick out the correct article and fill the sentence aptly. After dash year or two the question can be reconsidered. അവിടെ ആർട്ടിക്കിൾ ഫിൽ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇയർ വരുന്നത് കൊണ്ട് യാ എന്നുള്ള ശബ്ദമാണ് ഇയറിന് വരുന്നത്. അപ്പോൾ എ ആണ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി എ ആണ് ആൻസർ. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഹാഡ് റങ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നടന്നിട്ടുള്ള പാസ്റ്റിൽ തന്നെ അതിന് മുന്നേ നടന്നിട്ടുള്ള ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഹാഡ് റങ് അവിടെ വന്നത്. Give the one word substitute for the person who studies about the sun, the moon, stars and the universe. Answer astronomer ആണ്. 87 filling the blanks with the opposite of underlined word. Swalik looked cheerful where
വേറസ് സുമൻ ലുക്ഡ് ഡാഷ്. അവിടെ ചിയർഫുള്ളിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് വേണ്ടത്. ഗ്ലൂമി ആണ് അവിടെ വരുന്ന ആൻസർ. ഓപ്ഷൻ എ. Which is the apt synonym for the word underlined? The woman looked very weak. Weak എന്നുള്ള വേർഡിന്റെ സിനോണിം ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓപ്ഷൻ ബി feeble ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Use the correctly spelled word to complete the sentence. If you dash money, you will quit the business. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലൂസ് ആണ്. LOSE ലൂസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. The doctor advised me to abandon smoking. The doctor advised me to give up smoking എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ഫ്രേസർ വെർബ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മലയാളത്തിലേക്ക് നോക്കാം. 91 പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. അവിടെ വെൽ പ്ലസ് തിങ്കൾ എന്നുള്ളതാണ് പ്രൊവിഷണൽ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ. വെൺ പ്ലസ് തിങ്കൾ എന്നൊരു അഭിപ്രായവും കേട്ടു. 92 ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വിണ്ടലമാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. വിൺ പ്ലസ് തലമാണ് വിണ്ടലമായിട്ട് മാറുന്നത്. അവിടെ ആദേശസന്ധിയാണ്. 93 തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി ആണ് വെണ്മയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 94 വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നാണ് അർത്ഥം. അവിടെ അവരജൻ അനുജൻ എന്നുള്ള അർത്ഥം വരുന്ന അവരജനാണ് അതിന്റെ ഓപ്പോസിറ്റ്. 95 ജലത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി നളിനമാണ്. നളിനം എന്നാൽ താമര എന്നാണ് അർത്ഥം. അമൃതം, വാരി, സലിലമെല്ലാം ജലത്തിന്റെ പര്യായ പദങ്ങളാണ്. 96 ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ സി ആകപ്പാടെയുള്ള ഭംഗി എന്നുള്ളതാണ് ആനച്ചന്തം എന്ന പ്രയോഗത്തിന്റെ എന്ന ശൈലിയുടെ അർത്ഥം. 97 താഴെ പറയുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. അവിടെ ആൻസർ ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് ചൂടാമണിയാണ്. ചുറ്റിക്കെട്ടില്ല, സാധാ ഡാ എഴുതിയാൽ മതി. ചൂടാമണിയാണ്. സാതിരിച്ചിട്ട ഡായാണ് അവിടെ എഴുതാനുള്ളത്. ചൂടാമണി. അടുത്ത ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 98 താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതറിയാം. ഇരുതീയിൽ എണ്ണ ഒഴിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 99 കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ കവയിത്രി എന്നുള്ളതാണ് കവിയുടെ സ്ത്രീലിംഗ പദം. കവി കവയിത്രിയാണ്. ഓപ്ഷൻ എ. അടുത്തത് 100th ക്വസ്റ്റ്യൻ ആണ്. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. അതിന്റെ ഒറ്റപ്പദമാക്കി എഴുതുമ്പോൾ പ്രതിവർഷം എന്നാണ് വരുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ മീഡിയം ലെവലായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രം എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.